കേരളത്തിൽ KPSC എന്ന നാടകസമിതി ജൈത്രയാത്ര ആരംഭിക്കുന്ന കാലത്ത് അതേ നാടകസമിതിയുടെ ഭാഗമായി പേരും പ്രശസ്തിയും നേടിയ ഒരു അഭിനേത്രിയാണിത്. നാടകവേദി കണ്ട മികച്ച നടിമാരിലൊരാൾ KPSC ബിയാട്രീസ്. ഒരു കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞ, ഒരു ജനതയുടെ ജീവിതവും സ്വപ്നങ്ങളും പങ്കുവച്ച നിരവധി നാടകങ്ങളിലൂടെ കേരളം ഈ അഭിനേത്രിയെ ഒരുപാട് കാലം കണ്ടു, ഒത്തിരി സ്നേഹിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിനൊടുവിൽ ഇന്ന് ചായവും ചമയവുമില്ലാതെ ഇന്നലെയുടെ പ്രിയ താരം അരങ്ങിന് പുറത്താണ്. ചെറുപ്പം മുതലേ തന്നെ എനിക്ക് കലയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൂടാതെ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും കലയോട് വളരെ താല്പര്യമായിരുന്നു. ഒരു ദിവസം എന്നെ നാടകത്തിൽ വിളിക്കാൻ 8 വയസ്സേ ഉള്ളൂ എനിക്ക് അന്നേരം. നാടകത്തിൽ വിളിക്കാൻ എന്നെ വന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, അവളെ ഞാൻ അഭിനയിക്കാൻ വിടാമെന്ന് പറഞ്ഞു. എൻ്റെ സമ്മതം മൂളി ഞാൻ ആദ്യമായിട്ട് കവിയുടെ മകൾ എന്ന നാടകം ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ അഭിനയിച്ചു. കലാലോകത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ് നടിയായിട്ടാണെങ്കിലും പിന്നീട് കുറേ കാലം നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും വഴിയിലൂടെയായി സഞ്ചാരം. ആടിയും പാടിയും നടക്കുന്ന കാലത്താണ് സംഗീതത്തെയും നൃത്തത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ആദ്യം പി ജാനന്റെ ട്രൂപ്പിൽ പി ജാനന്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചു. പി ജാൻ്റണി എൻ്റെ ഗുരുവാണെന്ന് തന്നെ പറയാം. പി ജാൻ്റണി ആണ് എന്നെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും പ്രത്യേകിച്ച് ഈ കൊച്ചിയിലെ സ്ഫുടമല്ലാത്ത ഭാഷയായതുകൊണ്ട് പുള്ളി എന്നെ എന്നോട് പറഞ്ഞ് വളരെ അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് പഠിപ്പിച്ച് ഈ കലാലോകത്ത് എന്നെ ഇറക്കിയത് പി ജാൻ്റണിയാണ്. ആ പി ജാൻ്റണിയുടെ കൂടെ ഞാൻ 2-3 നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഏരൂർ വാസുദേവൻ്റെ നാടകത്തിൽ എറണാകുളത്ത് ആ നാടകത്തിൽ ജീവിതം അവസാനിക്കുന്നില്ല എന്ന നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. അതൊരു പ്രൊഫഷണൽ നാടകം പോലെയായിരുന്നു. 150 നാടകങ്ങളാകുമ്പോൾ നാടകം കളിച്ചു. ആ ജീവിതം അവസാനിക്കുന്ന നാടകം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മാറി എനിക്ക് കൂടുതലും ഡാൻസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ കലാമണ്ഡലത്തിൽ പോയി ഒരു 1.5 വർഷം അവിടെ ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു. അവിടെ നിന്ന് അരങ്ങേറിയിട്ടാണ് ഞാൻ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നത്. KPSCയിലൂടെയാണ് ഈ നടിയെ കലാലോകം ഏറെ അടുത്തറിയുന്നത്. താരമായി വളർത്തിയതും KPSC തന്നെ. തനിക്കായി പറഞ്ഞുവച്ച കഥാപാത്രങ്ങളിലൂടെ, അരങ്ങിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ നാടകപ്രേമികളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു ബിയാട്രീസ്. സർവേക്കൽ എന്ന നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് KPSCയുടെ. അതിനുശേഷം മുടിനായപുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, പിന്നെ കുറേ നാടകങ്ങൾ അഭിനയിച്ചു. എൻ്റെ അഭിനയവും ഡാൻസും എല്ലാം കൂടിയാണ് KPSCയിൽ ആദ്യമായിട്ട് വിളിച്ചത്. അപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ മുടിനായപുത്രൻ നാടകത്തിൽ ഡാൻസ് വേണമായിരുന്നു. അപ്പോൾ അതാണ് കൂടുതൽ അവരുദ്ദേശിച്ചത്. അപ്പോൾ അതിലൊരു ഡാൻസ് കാര്യമായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. പാട്ട് പാടിയും ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് KPSC വന്നതിന് ശേഷമാണ്. അന്നത്തെ കാലത്തൊക്കെ പാട്ടുപാടിയുള്ള അഭിനയങ്ങളായിരുന്നു. അന്ന് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ടൂറിന് പോയിരുന്നു. നോർത്ത് ഇന്ത്യയിൽ വെച്ചപ്പോൾ ഞങ്ങൾ അന്ന് നെഹ്റുവിൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്. പുതിയ ആകാശം പുതിയ ഭൂമി നാടകവും നെഹ്റുവിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അനുഗ്രഹിക്കപ്പെടുമ്പോൾ തന്നെ ജീവിതം ഒരുപാട് സങ്കടപ്പെടുത്തുകയും ചെയ്തു ഇവരെ. ആദരവും അംഗീകാരവും സ്നേഹവും പ്രശസ്തിയും മാത്രമല്ല, ജീവിതത്തിന്റെ അതേ പാതി ബിയാട്രീസിന് നൽകിയത് വേദനകളും കണ്ണീരുമാണ്. ഞാൻ KPSCയിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ തീരെ അവശതയിൽ നിലയെ കിടന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ KPSCയിൽ അന്ന് നാടകം കളിക്കാൻ പോയത്. അന്ന് അമ്മയെ പോയി കണ്ട് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അത് പോകുന്നത് എവിടെയാണ്? കാസർഗോഡ് നാടകം കളിക്കേണ്ടതാണ്. അന്ന് ഞാൻ ഇവിടെ നിന്ന് പോയി അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോയി നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫോൺ വന്ന് അമ്മ മരിച്ചെന്ന്. എന്നെ അറിയിച്ചില്ല അവർ. എന്ന് വെച്ചാൽ നാടകം തീർന്നതിന് ശേഷമാണ് അവർ എന്നെ അറിയിച്ചത്. അത് അവരുടെ ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നാടകം അപ്പോഴേ അവിടുന്ന് ഇതായിപ്പോവും. അതുകൊണ്ട് എന്നെ നാടകം കഴിഞ്ഞതിന് ശേഷം അവരെന്നെ അറിയിച്ച് അമ്മ മരിച്ചെന്ന് പറഞ്ഞ ഉടനെ എന്നെ അപ്പം തന്നെ എന്നെ അവിടുത്തെ സെക്രട്ടറി എല്ലാവരും, അത് KPSC കൃഷ്ണപിള്ളയായിരുന്നു, തോപ്പിൽ ബാസിരഞ്ഞൻ കൃഷ്ണപിള്ള, എന്നെ അപ്പോൾ കൃഷ്ണപിള്ളയെ വണ്ടി കയറ്റി ഉടനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊച്ചി കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്ന് ശവം കാണിച്ചപ്പോൾ വൈകുന്നേരം 4 മണിയായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും. കാസർഗോഡ് നിന്ന് വരണ്ടേ. അവിടെ നിന്ന് വന്ന് ഈ ശവം കണ്ട് ഉടൻ തന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് നാടകം കളിക്കേണ്ടതാണ്, പോകാതിരിക്കാൻ നിവൃത്തിയില്ല.
അമ്മയുടെ ശവം കണ്ട് അടക്കം ചെയ്ത് ഉടൻ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പിന്നെയും ഞാൻ വീണ്ടും പോയി നാടകം കളിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നാടകം കളിക്കുന്നത് നമ്മൾ തന്നെ നാടകം കളിക്കണം. അത്ര വേറെ ആൾക്കാരെ നിർത്തി പകരം അഭിനയിക്കാമെന്ന് വെച്ചാലും അവർ സമ്മതിക്കില്ല. നമ്മൾ തന്നെ കളിക്കേണ്ടി വരും, ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ കാലഘട്ടമായിരുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ബ്രദർ മരിച്ചപ്പോഴും. ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ മരിച്ചത്. പിറ്റേ ദിവസം എന്നെ വെളുപ്പിനെ അറിയുന്നത് ബ്രദർ മരിച്ചെന്ന്. ആരാ മരിച്ചത്? അന്ന് അമ്മ മരിച്ചിട്ടില്ലായിരുന്നു. ആരാ മരിച്ചെന്നറിയാതെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അടുത്തടുത്തടുത്ത് വരുന്നതോടാണ് എൻ്റെ ബ്രദറാണ് മരിച്ചതെന്ന് പറഞ്ഞത്. എൻ്റെ ഇളയൊരു ബ്രദർ നല്ലൊരു ഹാർമോണിസ്റ്റായിരുന്നു. ആ പുള്ളി അതൊരു കലാകാരനായിരുന്നു. ഇതുപോലെ തന്നെ രാത്രി ഒരു ആക്സിഡൻ്റായിട്ടാണ് മരിച്ചത്. ഇതുപോലെ തന്നെ ഞാൻ 4 മണിക്ക് വന്ന് ശവം കണ്ട് പിറ്റേ ദിവസം തന്നെ പോയി ഞാൻ നാടകം കളിക്കുകയാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വിഷമമുള്ള കാലഘട്ടമായിരുന്നു. എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യാൻ പോയിട്ട് പോലും അവർ സമ്മതിക്കില്ല, ഞാൻ തന്നെ അഭിനയിക്കണം. പിന്നെ അവസാനം പാർട്ടിക്കാരോടൊക്കെ ചോദിച്ച് പിടിച്ച് അന്ന് ആ KPSയുടെ ഇതുകൊണ്ടും പാർട്ടിയുടെ ഇതുകൊണ്ട് ആ നാടകം അന്ന് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോകാതിരിക്കാൻ നിവൃത്തിയുണ്ടോ?